ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറക്സ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഫോറക്സിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ബ്രോക്കറെ കീഴിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഏത് ബ്രോക്കറെ ചൂസ് ചെയ്യും, അതിൽ ഏത് ട്രേഡിംഗ് അക്കൗണ്ടാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. സോ ബ്രോക്കറെ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രോക്കേഴ്സിനെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. നമുക്ക് ചുറ്റും സ്കാമേഴ്സ് വളരെ അധികം ഉള്ളത് കൊണ്ട് തന്നെ പല രൂപത്തിലും അവർ സ്കാമിങ്ങിനായി നമ്മുടെ അടുത്ത് വരും. അതായത് ഒരു ബ്രോക്കറെ കീഴിലായിട്ട് വരുന്നുണ്ട്, ട്രേഡിംഗ് കമ്പനികളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോക്കറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഓഫേഴ്സുകളും, അതായത് ജോയിനിങ് ഓഫേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫീസിൻ്റെ ഒരു ഡിസ്കൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രോക്കറെ കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ബ്രോക്കറെ കീഴിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് FXTM എന്ന ഈ ഒരു ബ്രോക്കറെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല റിവ്യൂവും അതുപോലെ തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഈ ഒരു ഫോറക്സിന്റെ കീഴിലുള്ള ഒരു ബ്രോക്കറും കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഞാനും അത്യാവശ്യം കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രോക്കറാണ്. FXTMൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഈ ഒരു ബ്രോക്കറെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴ്ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്താണ്, ട്രേഡിംഗ് അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക് എന്താണ്, എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, മാത്രമല്ല ഇവരെ കുറിച്ചിട്ടുള്ള, അതായത് FXTM എന്ന ഈ ഒരു ബ്രോക്കർ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ അവരുടെ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. മുകളിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ ആണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ആദ്യം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, പിന്നെ ലാസ്റ്റ് നെയിം, അതുപോലെ കൺട്രി ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. മൊബൈൽ നമ്പർ കൊടുക്കുക, ഒരു ഇമെയിൽ ID കൊടുക്കണം, പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ 8 ക്യാരക്ടർ മിനിമം നിങ്ങൾ കൊടുക്കണം. ഒരു സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, നമ്പേഴ്സ് ഇത് അടങ്ങിയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ടു വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാപ്ച വരും. ആ ക്യാപ്ച കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓക്കെ കൊടുക്കണം. വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെൻഡ് പിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലോട്ടോ അല്ലെങ്കിൽ SMS ആയിട്ടോ നിങ്ങൾക്ക് ആ പിൻ നമ്പർ കിട്ടും. ആ പിൻ നമ്പർ കറക്റ്റായിട്ട് ഇവരെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ID യും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ മുകളിൽ നോട്ട് വെരിഫൈഡ് എന്നും കാണിക്കുന്നുണ്ട്. KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 3 ലൈൻസ് എടുക്കുക, മൈ പ്രൊഫൈൽ എടുക്കുക, അതിനുശേഷം യൂസർ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിലൂടെ സ്റ്റാറ്റസ് നോട്ട് വെരിഫൈഡ് എന്ന് കാണാം. അതിന് തൊട്ട് താഴെ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യണം, ലെവൽ ഓഫ് സീനിയോറിറ്റി, ആ ഒരു വർക്കിൻ്റെ സീനിയോറിറ്റി എന്താണ് എന്നുള്ളത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ടാക്സ് അടക്കുന്ന നിങ്ങളുടെ, അതായത് പാൻ കാർഡ് നമ്പർ കൊടുക്കണം. സിറ്റി ആൻഡ് ടൗൺ കൊടുക്കണം, ഫുൾ അഡ്രസ്സ്, അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫണ്ട്, നിങ്ങളുടെ ഫണ്ടിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും സെലക്ട് ചെയ്താൽ മതി. പിന്നെ അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വിറ്റിയിൽ ഇതിന് മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അത് യെസ് ഓർ നോ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഡു യു അണ്ടർസ്റ്റാൻഡ്, അതായത് ട്രേഡിങ്ങിൻ്റെ റിസ്ക് കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അത് യെസ് കൊടുത്തിട്ട് അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കണം. സോ അതെല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം താഴ്ഭാഗത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്തു, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു. അതിനുശേഷം പ്ലീസ് അപ്ലോഡ് യുവർ നെസസറി ഡോക്യുമെൻറ്റ്സ് ID, അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ID അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, പ്ലീസ് കൺഫേം ഇഫ് യു കറണ്ട് അഡ്രസ് ലിസ്റ്റഡ് ഓൺ ID, അതായത് നിങ്ങളുടെ ID ഡോക്യുമെൻ്റുള്ള അത് തന്നെയാണ് നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് എന്നാണ് ചോദിക്കുന്നത്. അത് യെസ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഏത് ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡാണ് കൊടുക്കേണ്ടത്. ഞാൻ ID കാർഡ് കൊടുത്തു. ഇവിടെ താഴ്ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ദ ഫ്രണ്ട് പിക്ക്, അപ്ലോഡ് ദ ബാക്ക് പിക്ക്, ID കാർഡിൻ്റെ ഫ്രണ്ട് പിക്കും അതുപോലെ തന്നെ ബാക്ക് പിക്കും അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തുള്ള നെക്സ്റ്റ് കൊടുക്കണം.
ഓക്കെ, ഈ ഒരു ID അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ചോദിക്കുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ട് വെരിഫൈഡ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരു 6-7 മണിക്കൂറൊക്കെ മിനിമം വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഇതൊരു അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ KYC വെരിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ KYC വെരിഫൈ ആയതിനു ശേഷം ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടി നിങ്ങൾ മുകളിൽ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൈ അക്കൗണ്ട് എടുത്തിട്ട് ഓപ്പൺ ന്യൂ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ടൈപ്പ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അഡ്വാൻറ്റേജ് സ്റ്റോക്സ്, അഡ്വാൻറ്റേജ് പ്ലസ്. അതിൽ അഡ്വാൻറ്റേജ് ആണ്, അതായത് മോസ്റ്റ് പോപ്പുലർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്നുള്ള അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യാം. താഴെ ഭാഗത്തുള്ള ഓപ്പൺ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് $200 ആണ്. എല്ലാത്തിലും 3 അക്കൗണ്ടിലും മിനിമം ഡെപ്പോസിറ്റ് $200 ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും $200 ആണ്. അതിനുശേഷം ഇവിടെ താഴ്ഭാഗത്തെ യൂറോ, USD, GBP, അതായത് നിങ്ങളുടെ ഏത് കറൻസിയാണ് എന്നുള്ളതാണ്. അത് USD സെലക്ട് ചെയ്യുക. പിന്നെ ചൂസ് യുവർ ലിവറേജ് റേഷ്യോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.4 സെലക്ട് ചെയ്യാം. അതായത് എത്രത്തോളം ലിവറേജ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ താഴ്ഭാഗത്തെ പാസ്വേഡ് കൊടുക്കുക. വീണ്ടും കൺഫേം പാസ്വേഡിൽ അതേ പാസ്വേഡ് തന്നെ കൊടുത്തതിന് ശേഷം ഓപ്പൺ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. യുവർ ന്യൂ ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് റെഡി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മേക്ക് എ ഡെപ്പോസിറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സി മൈ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അഡ്വാൻറ്റേജ് MT5 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതായത് അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിവറേജ് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഡെപ്പോസിറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ്, വിഡ്രോ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ട്രേഡിംഗ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്തു പോയ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത്. ഓപ്പൺ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് റേഷ്യോ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താം. പാസ്വേഡ് കൊടുക്കുക. ഓപ്പൺ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് 2 അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഒരു 2 അക്കൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് FXTM എന്നുള്ള ബ്രോക്കറെ കീഴിലുള്ള ഒരു അക്കൗണ്ടാണ്. ഇപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അതായത് ഈ ഒരു ബ്രോക്കറെ കീഴിൽ നമുക്ക് എത്ര ട്രേഡിംഗ് അക്കൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് അടിക്കും. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നിൽ കൂടുതൽ, അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികം ആ ഒരു അക്കൗണ്ടിൽ നിങ്ങളുടേതായിട്ടുള്ള ഫണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാൻ പറ്റും. വേറൊരു വ്യക്തിക്ക് ട്രേഡിങ് ചെയ്യാൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2ാമത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ആ ഒരു വ്യക്തിക്ക് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് മാത്രം കീപ്പ് ചെയ്തിട്ട് ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം, ആ ഒരു നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഒരു ഫോറക്സ് മേഖലയിൽ കുറേ പേര് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നവരാണ്. അതായത് ട്രേഡിങ് അറിയാത്ത വ്യക്തിക്ക് പോലും സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ ഫണ്ട് കീപ്പ് ചെയ്തിട്ട് ട്രേഡിംഗ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് എടുത്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടും. അതായത് ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ക്യാഷ് കളയേണ്ട ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു റിസ്ക്കും അതിൽ വരുന്നില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ട്രേഡ് എടുക്കാൻ കൊടുക്കുന്ന വ്യക്തി എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ള കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ക്രിപ്റ്റോ കറൻസി ഒക്കെ ട്രേഡ് എടുത്ത് വന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിന് ട്രേഡിങ് എവിടെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടാവും. MT5 ആൻഡ് MT4 എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ട്രേഡിങ് നടക്കുന്നത്. പക്ഷേ നമ്മളുടെ ബ്രോക്കറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും എന്ന് മാത്രം. ഇനി ഈ ഒരു ബ്രോക്കറെ നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ ആദ്യം പോയിട്ട് നിങ്ങൾ MT4 അല്ലെങ്കിൽ MT5 ഡൗൺലോഡ് ചെയ്യണം. ഞാൻ MT5 ആണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. MT5ലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്.
MT5 നിങ്ങളൊരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കോപ്പി ചെയ്യുക. എന്നിട്ട് MT5 ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള 3 ലൈൻസിൽ പോയാലും നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ആഡ് ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫൈൻഡ് ബ്രോക്കർ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ ബ്രോക്കർ ചൂസ് ചെയ്യണം. ഇവിടെ FXTM ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയ ബ്രോക്കർ. FXTM സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ FXTM വന്നിട്ടുണ്ടാകും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഓപ്പൺ എ ഡെമോ അക്കൗണ്ടും നിങ്ങൾക്ക് MT5 യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ MT5 കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ഇനി എങ്ങനെ ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങൾ സെർവർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഡെമോ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതായത് ഇവിടെ ഡെമോ അക്കൗണ്ട് ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ട. അതെല്ലാം നിങ്ങളുടെ ഫണ്ട് റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ Forex ടൈം FXTM ലൈവ് 01 എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യണം. എന്നാലേ നിങ്ങളുടെ റിയൽ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആ ഒരു നമ്പർ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ താഴെ ഭാഗത്ത് ആ ഒരു പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതായത് എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്. എത്ര എമൗണ്ട് ആണ് അതിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. MT5 എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി MT5 എങ്ങനെ ട്രേഡ് എടുക്കാം, എങ്ങനെ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു ഡിസ്മായിട്ട് കാണാം.